പിന്നെ ദേ ഇവിടെ എനിക്ക് 2-3 ചെടികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം തന്നെയാണ്, ഇൻഡോർ പ്ലാന്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിവിടെ ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. അപ്പോൾ അതിൽ നിറച്ച് ചെടികളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, വീടിനകത്ത് പ്ലാന്റ്സ് ഉണ്ടോ, എങ്ങനെയാണ് അതൊക്കെ നോക്കണത്, ഒന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. എൻ്റെ വീടിനകത്തും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടെ താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നാട്ടിൽ പോണ സമയത്ത് ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അപ്പൊ എങ്കിലും പ്ലാന്റിനോടുള്ള വളരെ ഇഷ്ടം കൊണ്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം കിച്ചണിനകത്ത് അവിടെ എവിടെയൊക്കെ പ്ലാന്റ്സ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഞാൻ ഇതിന് വാട്ടറിങ് ചെയ്യണത്, അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് തന്നെ ആണ് ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കിച്ചണിലെ വേസ്റ്റ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വീടിനകത്ത് വെക്കുന്ന പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രാണി വരാൻ പാടില്ല, അതുപോലെ ഈച്ചകളൊന്നും വരാൻ പാടില്ല, നമുക്ക് സ്മെല്ല് വരാനും പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ ആയിട്ടും ഇവിടെ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് മുട്ടയുടെ തോടും പിന്നെ ചായപ്പൊടിയാണ്. അപ്പൊ മുട്ടയുടെ തോട് നമ്മൾ മുട്ട പൊരിക്കണ സമയത്ത് അതിനകത്ത് പൊരിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഉണക്കി ഞാൻ ഓരോ ദിവസവും പൊരിക്കുന്ന മുട്ടയുടെ തോടൊന്ന് കഴുകിയതിന് ശേഷം എടുത്ത് ഞാൻ പാത്രത്തിലിട്ട് വെക്കും. പിന്നെ ഉപയോഗിക്കുന്നത് ചായപ്പൊടിയാണ്. അപ്പൊ ചായപ്പൊടി നമ്മളെല്ലാവരും തന്നെ പാൽച്ചായ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ പാൽച്ചായയുടെ പൊടിയും നമുക്കറിയാം, ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേട്ടും ഭയങ്കരമായിട്ട് ചീത്ത സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തെ പാലും പാലിന്റെ അവശിഷ്ടങ്ങളും എല്ലാം നന്നായിട്ട് കഴുകി മാറ്റിയതിന് ശേഷം അതും ഞാനൊരു പാത്രത്തിനകത്തിട്ട് അടച്ച് വെച്ചിരിക്കും. എന്നിട്ട് അത് കുറച്ച് ഏറെ ആയി കഴിയുമ്പോൾ, എനിക്കൊന്ന് പൊടിക്കാനായി കഴിയുമ്പോഴത്തേക്ക് ഞാനത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതേ അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് മുട്ടയുടെ തോട് ഉണങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അടിക്ക് ഇതേ ചായപ്പൊടി ഉണ്ട്, കണ്ട ചായപ്പൊടി, ഇതിന്റെ അടിയിൽ ചായപ്പൊടി ഉണ്ട്. അത് ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചേക്കണതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല ഉണങ്ങി സ്മെല്ലൊന്നും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നത് നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന മിക്സിക്കകത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന മിക്സിയല്ലേ, അപ്പൊ അതിനകത്ത് സ്മെല്ലൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇത് ധൈര്യമായിട്ട് പൊടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ മുന്നേ പൊടിച്ചെടുത്ത് വെച്ചതാണ്. ഇത് കണ്ടോ, അതെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മള് ഇത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, അതിപ്പോ നിങ്ങൾ കണ്ടു കാണും, ഞാൻ കോരിയപ്പോ ഇതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് പൊടി കണ്ടോ, ഭയങ്കരമായിട്ട് ഇത് പറക്കണത് കണ്ടോ. അപ്പൊ നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാല്, തുമ്മലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിക്കുമ്പോൾ നമ്മൾ പൊടിച്ചതിന് ശേഷം മിക്സി ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ. അതിന്റെ ആ പൊടിയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം വേണം മിക്സി തുറക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മലും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇതിന് 2 ആഴ്ച കൂടുമ്പോഴാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സാധനം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഈ ചട്ടിയുടെ സൈഡിൽ നിന്ന് പതുക്കെ ശകലം മണ്ണ് ഇങ്ങനെ ഇതിന് ചുറ്റിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മണ്ണ് കൊണ്ട് പതുക്കെ അങ്ങ് മൂടിയിട്ട് കൊടുക്കും. പിന്നെ ഇത് ഇട്ട് കൊടുക്കണേ അന്ന് ഞാൻ നനയ്ക്കത്തില്ല, അതൊന്ന് ആ മണ്ണിലേക്ക്, ആ മണ്ണിന്റെ ഉള്ള നനവ് കൊണ്ടൊന്ന് പതുക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അന്ന് നനച്ചു കൊടുക്കത്തില്ല. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ നനയ്ക്കത്തുള്ളൂ. ഇതിനകത്ത് കറുത്ത കളർ മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നനവുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മള് ചെടിയുടെ ചട്ടി ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന ദിവസം ചട്ടിക്ക് നല്ല കനം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിനകത്ത് കനം വളരെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ 5 ദിവസം കൂടിയൊക്കെ 4-5 ദിവസമൊക്കെ കൂടിയായിരിക്കുമല്ലോ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്
പതുക്കെ പതുക്കെ നിർത്തി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ആ ഡ്രൈ ആയ മണ്ണ്, ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം, വെള്ളം നന്നായിട്ട് സോക്ക് ചെയ്യണം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു 3-4 മിനിറ്റ്. അതിനുശേഷം പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ മൂട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഒഴുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നിർത്താം. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലാണ് വെച്ചു കൊടുക്കുന്നത്. ആ പാത്രത്തിൽ വെച്ചു കൊടുത്ത ആ പാത്രത്തിലേക്ക് ഊറി വരുന്ന വെള്ളം ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും. കാരണം ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത വളവും അതിന്റെ വേസ്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ ഒഴുകി വരുന്നത്. അപ്പോൾ അത് ഇതിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് തിരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇത് ഞങ്ങൾ ശരിക്കും 2 ദിറംസിന് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് 3-4 കളറുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇതിപ്പം ഈ പീച്ച് കളർ ആദ്യമായിട്ടാണ് എന്റെ വീട്ടിലുണ്ടായത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പീച്ച് കളർ ഉണ്ടായപ്പോൾ. അതുപോലെ വലിയ പൂക്കളുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പൊ നമുക്കൊരു ശകലം സമയം മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണും നമ്മുടെ ലിവിംഗ് റൂമും നമ്മുടെ വീടുകളൊക്കെ നല്ല പൂക്കളൊക്കെ ആയിട്ട് മാറ്റാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ബാൽക്കണിയില് ചീര നട്ടത് ചെറുതായിട്ട് മുളച്ച് നിൽക്കണതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പൊ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ബാൽക്കണിയില് ചീരയൊക്കെ എങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് പോയി കാണാം. അപ്പോ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നട്ടിരുന്ന ചീരകളൊക്കെ. ഇപ്പൊ എല്ലാവരും നല്ല വലുതായി നല്ല മിടുക്കരായിട്ട് നിപ്പുണ്ട് എനിക്ക് കറി വെക്കാൻ പരുവത്തിന്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ 1-2 ദിവസങ്ങൾ പറിച്ചിട്ട് ഞാൻ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പൊ അതിനുശേഷം ബാക്കി നിൽക്കുന്നതാണിത്. എല്ലാവരും അടിപൊളിയായിട്ട് നിപ്പുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലാണ് എന്റെ കൂടുതൽ ചെടികൾ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ലിവിംഗ് റൂമിലും ബെഡ്റൂമിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, വർത്താനം പറയാനും അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ കിച്ചണിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാനും വർത്താനം പറയാനും തഴുകാനും തടയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കിച്ചണിൽ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വെയിൽ കിട്ടുന്ന സാധനങ്ങളിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോ വെയിലില്ലാത്ത സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ചെടി വെക്കാൻ സ്ഥലമുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിൽ എവിടെയാണോ വരുന്നത് അവിടേക്ക് രാവിലെ ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് എടുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ദേ ഇവിടെ എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്, മണി പ്ലാന്റ്. പിന്നെ ദേ ഇവിടെ എനിക്ക് 2-3 ചെടികളൊക്കെ ഉണ്ട്. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ചെടികളോട് ഇഷ്ടമുണ്ട്, ചെടി വെക്കുന്നതേ ഉള്ളൂ, പേരൊന്നും എനിക്കറിയില്ല. ഇത് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇതും അതുപോലത്തെ തന്നെ ഒരു ചെടി ഒരെണ്ണം ഇവിടെയും കൂടി ഉണ്ട്. പിന്നെ ഇത് മണിപ്ലാന്റ് ഇതിങ്ങനെ വളർന്നു വരുമ്പോൾ ഞാൻ ഇതിന്റെ ചോട്ടിക്കൂടെ അതിനെ വളർന്നു വരണേ അത് ഞാൻ ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു കമ്പ് കുത്തിയിട്ട് അതിന്റെ വട്ടത്തിലായിട്ട് ഇങ്ങനെ ചുറ്റി വിട്ടിരിക്കണയാണ് കേട്ടോ ഇത്. അതങ്ങനെ അതിൽ തന്നെ നിൽക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു പ്ലാന്റെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചു കൊടുക്കാൻ നോക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ കുറേ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോസ് ആണ്. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.